ദയവായി വന്ന് എല്ലാവരും വോട്ട് ചെയ്തിട്ട് പോകണം. തീർച്ചയായും ചെയ്യണം. ആരും വോട്ട് ചെയ്യാതെ ഇരിക്കരുത്. നിങ്ങൾ ചെറിയ ബേബിയും കൊണ്ട് വന്നല്ലോ. അതെ അതെ, തീർച്ചയായും എനിക്കൊരു മാറ്റം വേണം. അതുകൊണ്ട് ഞാൻ വന്നു. അപ്പോൾ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ നേരത്തെ എത്തിയിരിക്കുന്നു. അതെ. ഇന്ന് എന്താണ് നിങ്ങളുടെ ചിന്തകൾ? അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിക്കാനായി വേണ്ടിവരുന്ന പ്രയത്നവും സംഘാടനവും അവിശ്വസനീയം. ഇപ്പോൾ ഇതിനായുള്ള ഒരുക്കങ്ങളുടെ അളവിനെക്കുറിച്ചും പിന്നെ ജനങ്ങൾക്കുള്ള താല്പര്യത്തിന്റെ അളവിനെക്കുറിച്ചും നിങ്ങളൊന്നിരുന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാമോ, എന്നെ പോലുള്ള ആളുകൾ വന്ന് എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്നു. അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. ഒരു ചെറുപ്പക്കാരി എന്ന നിലയിൽ നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടിയിരുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ഏതൊരു സർക്കാരിൽ നിന്നും എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? എൻ്റെ പ്രതീക്ഷ ഒരുപക്ഷെ തൊഴിലവസരങ്ങൾ. നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ അതോ നിങ്ങൾ തൊഴിലില്ലാത്തവർക്ക് തൊഴിലവസരങ്ങൾ ഒരുപക്ഷെ. അതെ, അതാണ് എൻ്റെ ആശങ്ക. സത്യത്തിൽ മിക്ക ആളുകൾക്കും സത്യത്തിൽ ഒരു മെച്ചപ്പെട്ട ജോലി കിട്ടുമില്ല. അതുകൊണ്ട് അവർ ആ കാര്യങ്ങൾ തേടണമെന്നാണ് ഞാൻ കരുതുന്നത്. അവർക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ നൽകുന്നതിനെ കുറിച്ച് അതാണ് എൻ്റെ. അപ്പോൾ നിങ്ങൾ തേടുന്ന മാറ്റം അത് കൊണ്ടുവരുമെന്ന് നിങ്ങൾ കരുതുന്നു. അതെ, അഭിനന്ദനങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചു. നന്ദി. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. വോട്ടിംഗ് നമുക്ക് എല്ലാവർക്കും ലഭിച്ച ഒരു പ്രത്യേക അവകാശമാണെന്ന് ഞങ്ങൾ കരുതുന്നു. അത് നമ്മൾ വിനിയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആശയങ്ങളും ഗവൺമെന്റിലേക്ക് എത്തും. അതുമാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ വളരെ സവിശേഷമായ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ക്രമീകരണങ്ങൾ വളരെ നല്ലതായിരുന്നു. ഞങ്ങൾ സന്തോഷവാന്മാരാണ്.